ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ചിന്നതായിട്ട് ഒരു ഫാമിലി വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. ഒന്ന് പുറത്ത് പോവാണ്, സൺഡേ അല്ലേ. അപ്പോൾ ചെറുതായിട്ടൊരു ബിരിയാണിയൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇക്ക ഇറങ്ങാൻ നേരമായാലും ഇക്കാക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടാവും ചെയ്യാനിരിക്കാനൊക്കെ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളാൾ ഉറങ്ങുകയാണ്. ഞാൻ എപ്പോഴും എവിടെയും പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആളെ കുളിപ്പിച്ചിട്ട് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് കിടത്തും കേട്ടോ. എന്നാൽ പിന്നെ പോകുന്ന സമയമാകുമ്പോൾ നമുക്കണ്ട് എടുത്താൽ മതിയല്ലേ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളിന്ന് ഇവിടെ അടുത്തൊരു വാട്ടർഫാൾ പോലെ ഉണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ അങ്ങോട്ട് കാണാൻ പറ്റുന്ന ഒരു പ്ലേസ് അല്ലെങ്കിലും ഒരു നാച്ചുറൽ പ്ലേസ് ആണെന്നാണ് ഇക്ക പറഞ്ഞത്. പോകുമ്പോൾ എങ്ങനെയാണ്, അവിടെ എത്തുമ്പോൾ എങ്ങനെയാണെന്നുള്ള അറിയില്ല. വലിയൊരു ബുദ്ധിമുട്ടായത് പോകുമ്പോൾ ഞങ്ങൾ AC ബസ്സിലാണ് പോയത്. എനിക്കാണെങ്കിലോ AC ബസ് കയറിയ ഛർദി മുന്നിലാണ്. ഇത് എന്നല്ല, പൊതുവേ യാത്രയിൽ കാറ് ബസ്സൊക്കെ ആണെങ്കിൽ എനിക്ക് ഛർദി മുന്നിലാണ്. ഞങ്ങൾ തളർന്ന് കിടക്കുകയാണ് കേട്ടോ. യാത്ര കണ്ടങ്ങനെ കിടക്കുകയാണ്, ഈ പുറം കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ കിടക്കുകയാണ് ആൾ. അപ്പോൾ ഞങ്ങൾ ഒരു മണി 1:30 അവിടെ റീച്ച് ചെയ്യാൻ. ഇക്ക പറഞ്ഞത് 15-20 കിലോമീറ്റർ ഉള്ളൂ എന്നൊക്കെയാണ്. പിന്നെ ഈ ബസ്സിൽ നിന്ന് അവിടെ ഇറങ്ങി അവിടുന്ന് പിന്നെ എനിക്ക് ഛർദിൻ്റെ ഒരുമാതിരി ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ അവിടുന്ന് എന്തെങ്കിലും സോഡ ഐറ്റംസ് കുടിച്ചാൽ റെഡി ആവുമല്ലോ. അപ്പോൾ അത് ഒന്ന് വാങ്ങി 1-2 ലേസിൻ്റെ പാക്കറ്റ് വാങ്ങിക്കാണ്ട് അവിടുന്ന് പിന്നെ ഒരു ടാക്സി പോലെ പിന്നെയും പോകണം കേട്ടോ നമ്മൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ടാക്സിയിൽ കയറി. ഇവിടുന്ന് ഒരു 5 മിനിറ്റൊന്നുമില്ല, ഹാർഡ്ലി 5 മിനിറ്റ്സ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് പിന്നെ പറയുന്നത് ക്ലോസ്ഡ് ആണ്, കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു, വേറെ രീതിയിൽ ഒരു വാട്ടർ ഇങ്ങനെ ഇറങ്ങുന്ന സ്ഥലം, ഇങ്ങനെ പോകുന്ന ഒഴുക്കുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങോട്ട് ഞങ്ങൾ ചാടി ഇറങ്ങുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ അങ്ങോട്ട് കേരള ടാക്സിയിൽ കയറിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാർഡ്ലി ഞാൻ പറഞ്ഞല്ലോ 5 മിനിറ്റ് ആയപ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേനും എനിക്ക് നല്ല വിശക്കാൻ തുടങ്ങി. ഞാൻ വീട്ടിലാവുമ്പം എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കണം. അത് ഹെവി ആയിട്ട് കഴിക്കില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ ഇവിടെ, അതുകൊണ്ട് തന്നെ എനിക്ക് ട്രാവലിങ്ങിലൊക്കെ ഭയങ്കര വിശപ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വേഗം വാങ്ങിച്ചു തരും കേട്ടോ, എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചു തരും ആൾ. ഞങ്ങളിവിടെ ഇറങ്ങി. ഇതാണ് ഇറങ്ങേണ്ട സ്ഥലം. ഈ പോയിന്റിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. പക്ഷേ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് മേലോട്ടൊരു ഹൈറ്റ് പോലെ ഒരു കയറ്റമുള്ള റോഡായിരുന്നു. ഒന്ന് കയറിപ്പോയി. അത് കയറിയപ്പോഴത്തെ പിന്നെ വിശപ്പിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഇവിടെ ഉറുദു ആണ് കേട്ടോ, നമ്മൾ ഈ ബോർഡിലൊക്കെ ഉണ്ടാവുക. കശ്മീരിയാണോ ഉറുദു ആണോ അറിയില്ല, എനിക്ക് തോന്നുന്നു ഇത് ഉറുദു ആണെന്ന്. അതാട്ടെ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ബാഗും കാര്യങ്ങളും കുട്ടീനൊക്കെ ഇക്കാൻ്റെ അടുത്ത് കൊടുത്തുകൊണ്ട് ഞാൻ ബാക്കിൽ ഇങ്ങനെ നടന്നു. എന്നിട്ട് കയറി എത്തണ്ടേ കയറ്റം കൊണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ടയേർഡായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനും പറ്റില്ല. അതാ ഈ കാണുന്ന സംഭവമാണ്. ഇതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ അത്രേ ഉള്ളൂ എന്നുള്ളൊരു തോട്ടിൽ ഞാൻ നിന്നു. ഇതിനപ്പം നിങ്ങൾ ഇത്ര ബസ്സിൽ കയറ്റി മനുഷ്യനെ ഇടങ്ങാറാക്കി കൊണ്ടുവന്നതെന്നൊക്കെ ഞാൻ ആളോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ആൾക്ക് ഈ വാ എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ കൊണ്ടുപോകണമുണ്ട്. ഇതാണോ അപ്പം ഞാൻ പിന്നെയും എനിക്കിങ്ങനെ, കാരണം നമ്മൾ ടയേർഡായിട്ടൊക്കെ എത്തുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ല. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അത് ക്ലോസ്ഡ് ആണെന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ ചടച്ചു. അപ്പോൾ എന്നോടായിരുന്നു നമുക്കണ്ട് ഇറങ്ങാൻ പറ്റും, എനിക്ക് ഇറങ്ങാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നല്ലൊരു ഹൈറ്റിലുള്ള വലിയൊരു ഇതിൽ നിന്ന് ഇങ്ങോട്ട് ചാടണം. അത് കുറച്ച് റിസ്ക്കാണ്. പക്ഷെ ഞാൻ ചാടിയിട്ടോ. ഈ ഹൈറ്റിൽ നിന്ന് ഞാൻ അങ്ങോട്ട് ചാടി കടന്ന് ഞാൻ ചാടിയപ്പോൾ പിന്നെ ആൾക്ക് ധൈര്യമായി. അവർക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ ആണുങ്ങൾക്ക്. ഇവിടുന്ന് ആ കാണുന്നതിലോട്ട് ഇറങ്ങി ഇതവിടെ എത്തി. ഞാൻ ഈ ഹൈറ്റിൽ നിന്ന് ഇറങ്ങി ചാടി. കാരണം എൻട്രി ചെയ്യാനുള്ള സ്ഥലം നമുക്കില്ല. ഇതിനേക്കാളും ഭംഗിയാണ് എൻട്രൻസ് ഉണ്ടെങ്കിൽ നമുക്ക്. അത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവർ പൂട്ടിയിട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവിടെ ഇറങ്ങി ഇവന് പമ്പേഴ്സൊക്കെ മാറ്റി, മുന്നൂന് പമ്പേഴ്സ് മാറ്റി ഡ്രസ്സൊക്കെ ഒന്ന് അയച്ചിട്ട് ഞങ്ങൾ ടർക്കിയിലൊക്കെ കുറച്ച് നേരം വിരിച്ചിട്ട് കിടത്തി. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മുന്നൂന്. എനിക്കും ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചു, ഇവിടെ ഇരുന്ന് കഴിച്ചു. ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഈ ഒരു നാച്ചുറൽ പ്ലേസിൽ ഇരുന്നിട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഒരു രസമാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം വരെ അപ്പോൾ നമുക്ക് കഴിച്ചാലിറങ്ങും. ശരിയല്ലേ? അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കാരണം രാവിലെ പോകുന്നതല്ല. അപ്പോൾ ഞങ്ങൾ ഇവനൊന്ന് വൃത്തിയാക്കി ഒക്കെ ചെയ്തൊന്ന് കിടത്തി, ഒന്ന് ഉഷാറാക്കി, ഒന്ന് കാറ്റൊക്കെ കൊണ്ട് കിടത്തി. ഞങ്ങൾ നല്ലതിൽ ഉഷാറിൽ കുറേ നേരം കിടന്നും ചെയ്തു. ആ കിടക്കുന്ന നേരം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുത്തി. കാരണം കിടക്കുന്ന സമയത്ത് ആ ഉരുണ്ട് പോകും. ഇരിക്കുമ്പോൾ പിന്നെ ആ പ്രശ്നമില്ല. മുട്ടുത്താൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല കേട്ടോ മുന്നോ. അപ്പോൾ പിന്നെ അവനെ അങ്ങനെ ഇരുത്തിയിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് അടിക്കണ കാര്യത്തിൽ തുടങ്ങി. ഇവിടെ ഞങ്ങളൊരു ഓൾമോസ്റ്റ് ഒരു
ഒരു 1 to 2 hours വരെ സ്പെൻഡ് ചെയ്തു. കാരണം ഇക്ക പോവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പോകാനുള്ളൊരു മൂഡില്ല. കാരണം ഞാൻ പറഞ്ഞിരുന്നു ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചു വരുമ്പോൾ വിശാൽ മെഗാമാർട്ട് നമ്മുടെ നാട്ടിൽ നെസ്റ്റോ എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു സൂപ്പർ മാർക്കറ്റ് ആട്ടോ അവിടെ, നല്ല വില കുറവായിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് സാധനം എടുക്കണം, വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മൂപ്പര് ഇവിടുന്ന് പോകാൻ ഭയങ്കരമായിട്ട് തിരക്ക് കൂട്ടി. കാരണം വണ്ടി ഈ ടാക്സി റിട്ടേൺ പോകാനുള്ള ടാക്സി കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നിർത്തി. ഞാൻ ഇല്ലക്ക നമുക്ക് നിൽക്കാറുണ്ട്, നമുക്ക് പോകാൻ തോന്നില്ല, അത്രയ്ക്ക് രസമായിരുന്നു അവിടെ ഇരുന്ന്. ആ ഒരു വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ആളവിടെ എത്തിയിട്ട് ഇക്കാക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാനൊക്കെ ഇരുന്ന് കാണുന്നതും ഇരിക്കണമൊക്കെ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരം ഒക്കെ പാത്രങ്ങൾ അവിടുന്ന് പാത്രമൊക്കെ കേകിയൊക്കെ തന്നു എനിക്ക്. നല്ല വൃത്തിയുള്ള വെള്ളമാണ്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ട് കേക പാത്രം അങ്ങനെ കൊണ്ടുപോകണ്ട അവിടെ. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രം അങ്ങനെ മൂടി വെച്ച് കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് തുറക്കുമ്പം ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ ആളെന്നെ എനിക്ക് അവിടുന്ന് 2 ഇലയൊക്കെ പറിച്ചിട്ട് നല്ല വൃത്തിയിൽ കേകിയൊക്കെ തന്നു കേട്ടോ. അതൊക്കെ ആ ഒരു ത്രില്ലിൽ ചെയ്യണതാണ് കേട്ടോ സംഭവം. പിന്നെ ഞാൻ അവിടുന്ന് ഞങ്ങളെ കഴിപ്പ് കഴിഞ്ഞതിന് ശേഷം മോൻക്ക് ഞാൻ ഫുഡ് അവിടുന്ന് കൊടുത്തു. കാരണം ഉച്ചയാകുമ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എന്നെപ്പോലെ എൻ്റെ മോനും കാറാൻ തുടങ്ങും, വിശക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫീഡിങ് യാത്രയിൽ നമുക്ക് എപ്പോഴും പോസിബിൾ അല്ല, എന്നാലും ഞാൻ ഇടയ്ക്ക് കഴിയുമ്പോഴൊക്കെ 1-2 വട്ടമായിട്ട് ചെറുതായിട്ട് കൊടുക്കും കേട്ടോ. കാരണം നമ്മൾ വീട്ടിലെത്തുമ്പോൾ രാവിലെ പോന്നിട്ട് വീട്ടിലെത്തുമ്പോൾ വൈകുന്നേരം ആകുമ്പം അവർക്ക് ആ ഒരു ഇതുണ്ടാവില്ല അവർക്ക് കുടിക്കണം എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുക്കും, ട്രാവലിങ്ങിലായാലും എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കാൻ നോക്കും. പക്ഷെ കഴിയുന്നതും ഫുഡ് ഞാൻ കൊടുക്കും കേട്ടോ, ഫുഡ് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം. പിന്നെ അവിടുന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ എത്തി ഒരു കുറച്ച് നേരം നിന്നിട്ടാണ് കേട്ടോ റിട്ടേൺ ടാക്സി കിട്ടിയത്. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ടാക്സി ഞങ്ങൾക്ക് ഇതായിട്ട് കിട്ടി. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം വരെ, ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് പോകണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ വരെയുള്ള ടാക്സി കിട്ടി കേട്ടോ. അങ്ങനെ അവിടുന്ന് പിന്നെ ആ ടാക്സി കയറി 2-3 ആളും, എൻ്റെ മോനും ഇറങ്ങി, ഞാനും ഇറങ്ങി, ഇക്കിയും ഇറങ്ങി. നല്ല പോലെ ഉണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ വ്ളോഗ് പറഞ്ഞാൽ ഇവനായിട്ട് പോകുമ്പം സ്വന്തം വണ്ടിയല്ലാതെ പോകുമ്പോൾ നല്ല ക്ഷീണമാണ്. അപ്പോൾ റിട്ടേണിൽ ഞങ്ങളൊരു 1.5 മണിക്കൂർ നല്ലോണം ഇറങ്ങി. പിന്നെ വിശാൽ മെഗാമാർട്ടിലെത്തിയതിന് ശേഷം കുറച്ച് കിച്ചണിക്കുള്ള സാധനങ്ങൾ, പിന്നെ 1-2 നൈറ്റ് ഡ്രസ്സും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, മോൻക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തുമ്പം ഓൾമോസ്റ്റ് ഒരു 6:30 ആയിട്ടുണ്ട്. വീട്ടിലെത്തി. ഇതാണ് ആപ്പിളിൻ്റെ മരം കാണാത്തവർക്ക് കേട്ടോ. കാശ്മീരിലല്ലേ ആപ്പിൾ ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ആപ്പിളിൻ്റെ മരമാണ് ഇത്. വാൾനട്ടിൻ്റെ മരമാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇക്ക പറഞ്ഞു അതൊന്ന് എടുത്താളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്താണ്, കാണാത്തവർക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട്. സോ അത്രയേ ഉള്ളൂ. ഒരു ചിന്ന